തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ടിവികെ അധ്യക്ഷൻ വിജയ്. കേവല ഭൂരിപക്ഷം ഇല്ലാതെ എങ്ങനെ സർക്കാർ രൂപീകരിക്കുമെന്ന് വിജയിയുടെ ഗവർണർ. വിജയ്ക്കൊപ്പമുള്ളത് 113 MLA മാത്രമാണ്. അതേസമയം ടിവികെക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് 2 അംഗങ്ങളുള്ള CPI ഗവർണർക്ക് കത്ത് നൽകി. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് തമിഴക രാഷ്ട്രീയം. ടിവികെ അധികാരത്തിലെത്തുമെന്നുള്ള സൂചനകൾ ലഭ്യമാകുമ്പോഴും അതത്ര എളുപ്പമല്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, അല്ലേ? സുരേഷ്, അധികാരത്തിലെത്തണമെങ്കിൽ കൃത്യമായ ഭൂരിപക്ഷം ബോധ്യപ്പെടുത്തണമെന്ന കൃത്യമായ നിലപാടാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണിശമായ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. 118 അംഗങ്ങളില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമാക്കുന്നതിന് 118 അംഗങ്ങളുടെ, അതായത് കേവല ഭൂരിപക്ഷത്തിനുള്ള അംഗങ്ങളുടെ ലിസ്റ്റുമായി എത്തിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി നൽകുകയുള്ളൂ എന്ന് അറിയിച്ചത്. അതിന് പിന്നാലെ ഇന്ന് വീണ്ടും ഗവർണറുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 113 അംഗങ്ങളുടെ ഒരു പട്ടിക മാത്രമാണ്. 113 അംഗങ്ങളുടെ പട്ടികയും അതുപോലെ തന്നെ CPIയുടെ ഒരു ഫ്ലോർ ടെസ്റ്റ് നടത്തണമെന്നൊരു അഭ്യർത്ഥനയുടെ കത്തുമാണ് ഇന്ന് ഗവർണറുടെ കൈവശം ലഭിച്ചിട്ടുള്ളത്. CPIയുടെ ഉൾപ്പെടെ അംഗങ്ങളുണ്ടെങ്കിൽ തന്നെ 115ലേക്ക് എത്താനുള്ള സാധ്യതയെ നിലവിലുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 108 അംഗങ്ങൾ TVKയുടെയും 5 കോൺഗ്രസ് അംഗങ്ങളും അതുപോലെ തന്നെ 2 CPI അംഗങ്ങൾ പിന്തുണച്ചാൽ അവരുടെയും ചേർത്താൽ അത്രമാത്രമേ ഭൂരിപക്ഷം എത്താനുള്ള സാധ്യതയുള്ളൂ. 118 എന്ന നമ്പറിലേക്ക് എത്തുകയും വേണം. 118 എന്ന നമ്പറിലെത്തുമ്പോൾ മറ്റൊരു വെല്ലുവിളി കൂടിയുള്ളത് 2ഇടങ്ങളിലാണ് വിജയ് മത്സരിച്ചിട്ടുള്ളത്. ഒന്ന് പെരമ്പൂരും അതുപോലെ തന്നെ ട്രിച്ചിയിലെ സീറ്റ് രാജിവെക്കാനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത്. അവിടെ മറ്റൊരാൾ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സീറ്റ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ 119 സീറ്റ് സാങ്കേതികമായി ഉണ്ടാവുകയും 118 സീറ്റ് കൃത്യമായി ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ അധികാരം ഏറ്റെടുക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് സാധ്യതയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഏത് തരത്തിലാണ് 113 സീറ്റുമായി ഈ ഭരണം രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിനായി സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകേണ്ടത് എന്ന് കൃത്യമായി ഗവർണർ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. തുടർന്നുള്ള നീക്കങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്ന് നടക്കാനിരുന്ന സത്യപ്രതിജ്ഞയുടെ സാധ്യത ഒട്ടും തന്നെ മങ്ങിയ സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും മങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ TVKയുടെ മന്ത്രിസഭാ രൂപീകരണം ഇനിയും വൈകാനാണ് സാധ്യത. അതിനനുസരിച്ച് തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നതിൻ്റെ ഈ ചർച്ചകളും അതുപോലുള്ള സസ്പെൻസുകളും തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്.